റോസിനെ മാത്രം അല്ല, ഹണി റോസിനെ മാത്രമല്ല, ഞാൻ അത് വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേ. അവർ ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും. ഹണി റോസ് ഇന്ന് ഉദ്ഘാടനത്തിന് ഏറ്റവും കൂടുതൽ പോകുന്ന ആളാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഹണി റോഫാണ്. ഹണി റോഫ് എത്ര മാസങ്ങളിൽ എത്ര ഉദ്ഘാടനങ്ങളാണ് ഹണി റോഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ കൂടുതൽ ഹണി റോഫിനെ അറിയപ്പെടുന്നത് ഉദ്ഘാടന വേദിയിലൂടെയാണെന്നത്. അവിടെയൊക്കെ ഹണി റോഫിനെ കാണാനും ഒക്കെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇതിനിടെയാണ് ഹണി റോഫിൻ്റെ ഉദ്ഘാടന വേദിയിൽ പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ എത്തുകയും ബോച്ചെ എന്ന ഓമനപ്പേരിൽ അറിയിക്കുന്ന ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അദ്ദേഹം പലയിടത്തും പ്രയോഗിക്കുമെന്നുള്ളതാണ്. അതിഷ്ടപ്പെടുന്നത് കൊണ്ടാകാം അദ്ദേഹത്തെ കൈയടിക്കാനും ഒത്തിരി ആൾക്കാർ ഈ സമയത്തും കൈയടിക്കാൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലേക്ക് കാലം കഴിഞ്ഞു. സിനിമയിൽ നിന്ന് നമ്മൾ എടുത്തു കളഞ്ഞു, അശ്ലീല കമൻറ്റുകളിലേക്ക് കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ചിലരുണ്ട് അത് പ്രയോഗിക്കുന്നത്, അവർക്കൊക്കെ കയ്യടിയും കിട്ടുന്നുണ്ട്. അതുപോലാണ് ബോച്ചെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഹണി റോഫിൻ്റെ പോസ്റ്റിനെ പറ്റി പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടു. ഹണി റോഫ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനകത്ത് ഇങ്ങനെ പറയുന്നു: ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. സർവ്വസാധാരണയാണ്. നമ്മളെയാണെന്ന് വ്യക്തമാകുന്ന ചില വിമർശനങ്ങൾ ഒരേ വ്യക്തികളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട അത്യാവശ്യമാണ്. ആ സ്ഥാനത്ത് ബോച്ചയുടെ കാര്യമാണ് പറയുന്നത്. എന്താ ബോബി ചെമ്മണ്ണൂർ, ആ വ്യക്തിയുടെ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി തന്നെയാണ് തുടർച്ചയായിട്ട് നടന്ന് ഹണി റോഫിനെ തുടർച്ചയായിട്ടുള്ള ഇൻ്റർവ്യൂകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ കൈ കാശുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങേർക്കെതിരെ നീങ്ങാനൊരു സാധാരണക്കാരനാണെങ്കിൽ എപ്പോഴേ നീങ്ങിനെ അല്ലേ. ഹണി റോഫ് അല്ല വേറെ ഏത് നടിയാണെങ്കിലും സാധാരണക്കാരൻ്റെ ഒരു വ്യക്തി ഇങ്ങനെ പറയാൻ തോന്നുമോ? ഇങ്ങനെ പറയുമോ? എത്ര നാൾ പറയും? ഇത് തുടർച്ചയായിട്ടുള്ള പല വീഡിയോകളിൽ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടും ഹണി റോഫ് പ്രതികരിച്ചില്ല. അതാരെങ്കിലും അടുപ്പക്കാർ ചോദിക്കുവാണെങ്കിൽ അത് തെറ്റൊന്നും അവരെ പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് ഇത് പറയാനുള്ളത്. പ്രസിദ്ധ വ്യക്തി പിന്നീട് ചടങ്ങുകളിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിൻ്റെ പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടങ്ങളിലെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. അപ്പം കാര്യമെല്ലാം വ്യക്തമാണ്, ആരെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമാകും. പണത്തിൻ്റെ ദാക്ഷ്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അവമാനിക്കാൻ കഴിയുമോ? അതിന് എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണം നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രവർത്തികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദൗത്യമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും സ്പെഷ്യലി കളേർഡ് റിമാർക്സ് കേട്ടോ, ഉദ്ദേശത്തോട് സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോട് പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് ഹണി റോഫ് ഇട്ടേക്കുന്ന പോസ്റ്റ്.
അപ്പം അണീറോഫ് ഇട്ടേക്കുന്ന പോസ്റ്റിൽ എനിക്ക് തോന്നുന്നു അണീറോഫിൻ്റെ പോസ്റ്റിനോട് പറഞ്ഞപ്പം ഇത് അണീറോഫ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തുമാത്രം ജനങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് സംശയകരമാണ്. കാരണം ഇതിലെ പല വീടുകളും ഈ കടുകട്ടി വീടുകൾ പറഞ്ഞാൽ മാത്രമേ ഒരു ലെറ്റർ ആയാലും, നമ്മൾ പണ്ടത്തെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ, കടുകട്ടി ആർക്കും മനസ്സിലാവാത്ത ചില വാചകങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാരുടെ ഭാഷയിൽ മതിയായിരുന്നു അല്പം കൂടെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ എന്ന് എനിക്ക് തോന്നി ഇത് കേട്ടപ്പം. കേട്ടോ, ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് വ്യക്തമാണ് അത് ബോച്ചെ തന്നെയാണ്, ബോബി ചെമ്മണ്ണൂരാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അദ്ദേഹം ചില ഇൻ്റർവ്യൂവിൽ അണീറോഫിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങൾ കാണാം. അദ്ദേഹം അശ്ലീല കമൻറ്റുകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നു എന്നറിയാൻ ഈ 2-3 ഇൻ്റർവ്യൂകൾ, തുടർച്ചയായിട്ട് വന്ന ഇൻ്റർവ്യൂകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കഴിയുമ്പോൾ മനസ്സിലാവും. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ്, എൻ്റെതായ ഒരു മേഖലയുണ്ട്. ഇങ്ങനെ അശ്ലീല പ്രയോഗങ്ങളാണ് അദ്ദേഹം സ്ഥിരം ഇൻ്റർവ്യൂവിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. സാധാരണക്കാരെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. ഇപ്പം അണീറോഫ് ഒരു പോസ്റ്റ് ഇട്ടു, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. നാളെ അണീറോഫിന് വേണമെങ്കിൽ മാറ്റി പറയാം അല്ലേ. അണീറോഫിനെ പറ്റി വേറെ ഒരു ഇൻ്റർവ്യൂ, അടുത്തിടെ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ വീണ്ടും മിക്കവാറും എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും അണീറോഫിൻ്റെ പേര് മനഃപൂർവ്വം അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗത്തിന് ഭയങ്കര വ്യൂസാണ് കിട്ടുന്നത്. അത് കൈയടിക്കാനും ബോബി ചെമ്മണ്ണൂരിനെ ഹീറോ ആയിട്ട് കാണാനും ഒരു വിഭാഗം ആൾക്കാർ തയ്യാറാകുന്നുണ്ട് എന്നറിയുമ്പോഴാണ് നമുക്ക് വലിയ വിഷമം തോന്നുന്നത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ, അടുത്തിടയിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷം അണീറോഫിൻ്റെ ഇതിലേക്ക് പോവാം. അണീറോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ് അണീറോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണീറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞ അണീറോഫിന് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് മാത്രമേ ചോദിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ എനിക്ക് തോന്നുന്നു ഇത് കൃത്യമായിട്ട് അണീറോഫിനെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അണീറോഫ് ഇതിനകത്ത് തന്നെ പറയുന്നു, അണീറോഫിൻ്റെ പോസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, തുടർച്ചയായിട്ട് അണീറോഫിൻ്റെ പരിപാടിയിൽ അവരുടെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പോകാതിരിക്കുന്നു. അപ്പം പല പരിപാടി അദ്ദേഹം ഇടിച്ചു കയറി വരികയും അവിടെ ചില വാർത്തകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂവിൽ ഈ ആങ്കർമാർ ചോദിച്ചില്ലെങ്കിലും ആങ്കർമാരുടെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു റീച്ചിന് വേണ്ടിയായത്. ഈ അവതാരകരെ സംബന്ധിച്ച്, ആങ്കർമാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അണീറോഫിൻ്റെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം, എന്നാലേ റീച്ച് കിട്ടത്തുള്ളൂ എന്നും അവർക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാകാം മിക്കവാറും അവതാരകരെല്ലാം ആങ്കർമാരെല്ലാം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നതും കാണും പല ആങ്കർമാരെയും.
ഇവരൊക്കെ തന്നെയാണ് ഇവർക്ക്. അതുപോലെ തന്നെ വരുന്ന കമൻറ്റുകൾ ബോച്ച ഹീറോ, ബോച്ച പവറാണ്, ബോച്ചയാണ് എന്നൊക്കെ ആൾക്കാരുടെ കമൻറ്റുമൊക്കെ കേട്ട് കഴിയുമ്പോൾ ബോച്ച എന്തോ ഒരു വലിയ സംഭവമാണെന്ന്. ഈ അശ്ലീലം പറഞ്ഞേ ഭയങ്കര സംഭവമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അശ്ലീലം പറയുന്ന നമ്മുടെ അറിവില്ലാത്ത പ്രായത്തിൽ ഈ അശ്ലീലം പറയുന്നവരൊക്കെ ഭയങ്കര ഹീറോ എന്ന് കാണുന്ന ആ ടൈമുണ്ട്. പ്രായമൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. അശ്ലീലത്തിനൊന്നും വലിയൊരു കമൻ്റ് ഇല്ലായിരുന്നു. അപ്പം ബോച്ച ഒരു വലിയൊരു സംഭവമാണെന്ന് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ ബോച്ച വിചാരിച്ചേക്കുന്ന ഭയങ്കര ഹീറോ ആണെന്നുള്ള പരിവേഷ. ഈ നമ്മൾ പറയത്തില്ലേ, ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പറയുന്ന അവസ്ഥയാണ് ഇത്. ഈ കോമാളി പരിവേഷം കിട്ടുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വെറും കോമാളി ആയിക്കൊണ്ടിരിക്കുക. വേറെ ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു ബോച്ച ഈ ഒരു ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടോ. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. എന്റെ പെണ്ണുങ്ങളെ മാത്രം, ഹണി റോസിനെ മാത്രം അല്ല, ഹണി റോസിനെ മാത്രമല്ല, ഞാൻ അത് വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേ. അവർ ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും. പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ, എന്താണ് ബോച്ചെ ഇന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലാണോ താമസിച്ചേ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? ഞാൻ പറയും സഹോദരൻ, അതൊന്നും ഇല്ല. എനിക്ക് ഇവരെയൊക്കെ ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ, ഉദ്ഘാടനം ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു ഉദ്ദേശമില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഹണി റോസിന്റെ പേര് കൊണ്ട്, ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ വരുന്നില്ല എന്നാൽ ഹണി റോസിന്റെ പേര് ഞാൻ ഇന്റർവ്യൂ പ്രയോഗിച്ച്, അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയൊക്കെ വിവാദ നായകനായ ബോച്ചെ, നാളെ ഞാൻ പറഞ്ഞില്ലേ, പണത്തിന് മീരെ പരുന്നും പറക്കില്ല, ഹണി റോസിനെയും മാറ്റി പറയുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ കാര്യം ക്ലോസ് ആവും. ഇതൊക്കെ റിയാക്ട് ചെയ്യുകയും പറഞ്ഞ് ഹണി റോസിൻ്റെ കൂടെ സപ്പോർട്ടും ഒക്കെ ചെയ്ത് നമ്മളാരായി. അവസ്ഥ വളരെ പരിതാപകരമായി. അതാണ് ഇപ്പോഴത്തെ കാലം. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഹണി റോസ് നാളെ മാറ്റി പറയുമോ എന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് തോന്നുന്നു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പം കേസായി, കേസിൻ്റെ പുറത്ത് കേസായി, അവൻ്റെ പടമായി, അവൻ്റെ കുടുംബചരിത്രമായി, അവൻ്റെ വീട്ടുകാരുടെ ചരിത്രമായി എല്ലാം നമ്മൾ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തായിരുന്നു അല്ലേ. ഇതിപ്പം സാധാരണക്കാരനല്ല ഈ വ്യക്തി. അപ്പം ഹണി റോസ് നാളെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ, ഹണി റോസ് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെങ്കിൽ, അതല്ല ബോച്ചയുടെ ഭാഗത്ത് നിന്ന് വേറെ വല്ല കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വീണ്ടും എത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഒക്കെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ ബൈ.